ജോലിയും സമയവും എന്നുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം. വർക്ക് ആൻഡ് ടൈം പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണിത്. പക്ഷെ വളരെ സിമ്പിളാണ് ഈ കാര്യം. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ ഉള്ളങ്കയിൽ കൊണ്ടെടുക്കാവുന്നതേ ഉള്ളൂ ഈ ജോലിയും സമയവും എന്നുള്ളത്. അതിന്റെ തുടക്കമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് സാധാരണ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഒരാള് 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുന്നു, അതേ ജോലി വേറൊരാൾ 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എങ്കിൽ രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം എടുക്കും? നമുക്ക് പൊതുവായ ഒരു സമവാക്യത്തിലേക്ക്, ഒരു ഇക്വേഷനിലേക്ക് ഇത് എത്തിക്കാം. പിന്നെ വളരെ ഈസിയാണ്. നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കങ്ങ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത് എന്ന് കൂടി ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ഇക്വേഷൻ അഥവാ മറന്നുപോയാലും നമുക്കതിലേക്ക് ഈസി ആയിട്ട് എത്താം. ഇക്വേഷനുകളെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ലോജിക്കാണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴത്തെ PSC പരീക്ഷകൾ ലോജിക്ക് ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ചില ലോജിക്കുകളിലൂടെ പോയിട്ട് നമ്മൾ ഒരു ഇക്വേഷനിലെത്തുന്നു. ആ ഇക്വേഷൻ കാണാതെ പഠിക്കുന്ന ആളുകൾക്ക് കാണാതെ പഠിക്കാം, അത് വെച്ച് കണക്കുകൾ ചെയ്യാം. അഥവാ കാണാതെ പഠിക്കാൻ കഴിയാത്ത ആളുകൾക്കാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഇക്വേഷൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മൾ സാധാരണ ഇത് അറിയാത്ത കാര്യങ്ങൾ XY എന്നുള്ള അതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്, അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് A എന്ന് പറയുന്ന ഒരാള് X ദിവസം കൊണ്ടാണ് ഒരു ജോലി തീർക്കുന്നത്. B എന്ന് പറയുന്ന ഒരാള് അതേ ജോലി Y ദിവസം കൊണ്ടും തീർക്കുന്നു എങ്കിൽ Aയും Bയും കൂടി ചേർന്ന് ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് ആ ജോലി ചെയ്തു തീർക്കുക? നമുക്കറിയാം, ഒരാള് ഒരു ജോലി 10 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് എങ്കിൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അതിന്റെ 10ൽ 1ആണ്. വേറൊരാള് അതേ ജോലി 15 ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലി 15ൽ 1ആണ്. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന ആൾ X ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്തു തീർക്കുന്നതെങ്കിൽ A ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ? 1/X. വളരെ സിമ്പിൾ, 1/X. അതേപോലെ B എന്ന് പറയുന്ന ആള് Y ദിവസം കൊണ്ടാണ് അതേ ജോലി, സെയിം ജോലി ചെയ്ത് തീർക്കുന്നതെങ്കിൽ B എന്ന് പറയുന്ന ആള് ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ? 1/Y. ഇനി ഇവർ രണ്ടാളും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിലോ ഒരു ദിവസത്തെ കാര്യം നമുക്ക് എടുക്കാം. ഒരു ദിവസത്തെ കാര്യം കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. ഒരാള് ഒരു ദിവസം 10ൽ 1 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ആകെ എത്ര ദിവസം വേണ്ടി വരും? 10 ദിവസം വേണ്ടി വരും. ഒരാൾ ഒരു ജോലി 15ൽ 1 ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതെങ്കിൽ അയാൾക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? 15 ദിവസം വേണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ദിവസത്തെ കണക്കെടുത്ത് അങ്ങോട്ട് പോകുന്നത് വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ Aയും Bയും കൂടി ചേർന്ന് ഈ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അവരെത്ര ജോലി ചെയ്യും? അവർ ഒരു ദിവസം ചെയ്യുക എത്രയാണ്? 1/X പ്ലസ് 1/Y. 1/X പ്ലസ് 1/Y. അത്രയും ജോലിയാണ് അവർ ചെയ്യുക. A 1/X എടുക്കും, B 1/Y എടുക്കും. രണ്ടാളും കൂടി ചേർന്ന് ജോലി ചെയ്യുമ്പോൾ 1/X പ്ലസ് 1/Y. അതെത്രയാ? Y × 1. ഇങ്ങനെ നമുക്കറിയാം, ക്രോസ് ചെയ്യാം. Y × 1 എത്രയാ? വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. Y × 1 പ്ലസ് X × 1/XY. ഇനി നമ്മൾ Y പ്ലസ് X എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം എന്താ? X പ്ലസ് Y എന്ന് പറയുന്നതാണ്. അപ്പൊ X × 1 ആദ്യം എടുക്കുക. അപ്പൊ എന്ത് കിട്ടി? X പ്ലസ് Y/X.
എക്സ് വൈ, എക്സ് എ പ്ലസ് വൈ ബൈ എക്സ് വൈ. ഇതെന്താ? ഇത് എയും ബിയും കൂടി ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ്. നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരാള് ഒരു ദിവസം ചെയ്യുന്ന ജോലി 10-1 അയാൾ ആ ജോലി മൊത്തത്തിൽ ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. 10-1 10 തമ്മിലുള്ള ബന്ധം എന്താ? തല തിരിഞ്ഞു പോയി. അത്ര തന്നെ. നോക്കാം. 1/10 10/1. അംശം ഛേദമായി, ഛേദം അംശമായി. 10-1 10, 10/1 10. അപ്പൊ 1/10 തല തിരിച്ചിട്ടതാണ് 10/1 അല്ലെങ്കിൽ 10. അങ്ങനെയാണെങ്കിൽ നമ്മളെ എയും ബിയും കൂടി ചെയ്ത ജോലി, ഒരു ദിവസം ചെയ്യുന്ന ജോലി എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ ആണെങ്കിൽ എക്കും ബിക്കും കൂടി എത്ര ദിവസം വേണ്ടി വരും ആ ജോലി പൂർത്തിയാക്കാൻ? അതെന്താ? അതാണ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെ കഴിയുന്നവർക്ക് അത് മതി, അത്രേ ആവശ്യമുള്ളൂ. രണ്ടുപേരുടെ പ്രശ്നം പറഞ്ഞാൽ അപ്പൊ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ കഴിഞ്ഞു. ഇതറിയാത്ത ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ഐഡിയ തലയിൽ കയറ്റിയാലോ എപ്പോ വേണമെങ്കിലും ഇക്വേഷൻ ഉണ്ടാക്കാം, ഏത് സമയത്തും. അത് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ലോജിക്കാണ് നമുക്ക് ഇട്ടിച്ച് കയറേണ്ടത്. PSC പരീക്ഷകൾ ഇട്ടിച്ച് കയറണമെങ്കിൽ നമുക്ക് ലോജിക്ക് ഉണ്ടായാൽ മതി. ആ ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറാവുന്നേ ഉള്ളൂ. നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്താൽ PSC പരീക്ഷ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. അതിൽ സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി മുന്നേറണം. ആ മുന്നേറ്റത്തിന്റെ കൂടെ ഞാനുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചു, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇതുകൊണ്ടുള്ള ഗുണം എന്നുള്ളത് ഒരു കണക്ക് നമുക്ക് ചെയ്തു നോക്കാം. അതുകൂടി ആയാലേ നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയുള്ളൂ. എന്താണ് കണക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എന്താ? ഇതാണ് നമ്മൾ ഇക്വേഷൻ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. നിങ്ങളെ എഴുതിയെടുക്കണം, പഠിച്ചോ. വളരെ സിമ്പിൾ. നോക്കാം. ഒരാള്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണക്ക് തന്നെ, ഒരാള് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കുന്നു. വേറൊരാൾ അതേ ജോലി 15 ദിവസം കൊണ്ട് തീർക്കുന്നു. എങ്കിൽ രണ്ടു പേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? സിമ്പിൾ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 10 വൈ എന്ന് പറയുന്നത് 15 വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഇക്വേഷൻ എന്താ? എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. അപ്പൊ എന്തായി? എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്ത് കിട്ടും? 10 × 15 ബൈ 10 പ്ലസ് 15. 10 15 150 ബൈ 25 കഴിഞ്ഞു. 6. ആൻസർ കഴിഞ്ഞു. ഇക്വേഷൻ അറിയുന്നവർക്ക് വളരെ സിമ്പിളാണ്, ഒന്നും ആലോചിക്കില്ല. ഒന്നുകൂടി പറയാം. ഒരാള് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കുന്നു. അതേ ജോലി വേറൊരാൾ 15 ദിവസം കൊണ്ട് തീർക്കുന്നു. രണ്ടുപേരും കൂടി ചേർന്ന് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. ഒന്നും നോക്കണ്ട. എക്സ് 10 വൈ 15. ഇക്വേഷൻ ഉപയോഗിച്ചു. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ 10 × 15 ബൈ 10 പ്ലസ് 15. 10 × 15 150. 10 പ്ലസ് 15 25. 150 15 കൊണ്ട് അല്ല 25 കൊണ്ട് ഹരിച്ചപ്പോൾ 6 എന്ന് കിട്ടി. അപ്പോൾ ഒരു കണക്കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ്? ഒരാള് ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഒരു എക്സം 6. അതേ ജോലി, ഇത് ഒന്നാമത്തത്, ഇത് 2. അതേ ജോലി വേറൊരാൾ 3 ദിവസം കൊണ്ട് തീർക്കുന്നു. എങ്കിൽ രണ്ടുപേരും കൂടി ചേർന്നാൽ എത്ര ദിവസം വേണ്ടി വരും? ഒന്നുമില്ല. എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ സമം എന്താ? 6 × 3 ബൈ 6 പ്ലസ് 3. 6 3 18 ബൈ
9 സമം 2. 2 ദിവസം വേണ്ടി വരും. സിമ്പിൾ. ഇത് നിങ്ങൾ നന്നായി നോക്കുക. ഇതിന്റെ തുടർച്ച നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി 3 ആളുകളാണെങ്കിൽ എന്താ ചെയ്യാം? അങ്ങനെയുണ്ടല്ലോ, 2 ആളെ പറ്റുള്ളൂ എന്നില്ല, 3 ആൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അത്തരം കണക്കുകളുണ്ട്. പിന്നെയും വേറെ പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് ചെയ്യുന്ന ജോലികൾ, 10 പുരുഷന്മാർ 7 സ്ത്രീകളും ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കണക്കുകളുണ്ട്. എല്ലാം സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. അതിന്റെ ലോജിക്, ആ ലോജിക്കിലേക്ക് മാത്രം നോക്കുക. ആ ലോജിക്കുമായി ഞാൻ വീണ്ടും വരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും വരും, നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബായ്.